Now that's how you supposed to drive. From now on, that's how you drive. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സാധാരണ റിവ്യൂ റെക്കോർഡ് ചെയ്യുന്ന റൂമിൽ വെച്ച് ഒരു 5-6 തവണ അത് റെക്കോർഡ് ചെയ്യാൻ നോക്കി, പക്ഷേ എന്തോ അങ്ങോട്ട് ശരിയാണില്ല. അപ്പോൾ അതുകൊണ്ട് ലിവിങ് റൂമിൽ വന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ റിവ്യൂ ചെയ്യാമെന്ന് ഓർത്തു. ട്രാൻസ്ഫോമേഴ്സ് 1. ആക്ച്വലി എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡോണ്ട് ഡു ഇറ്റ്, പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. അതെ, അപ്പോൾ സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി നല്ല കിടിലം പടമാണ്. ഇൻഫാക്ട് ഇറ്റ്സ് ദ ബെസ്റ്റ് ട്രാൻസ്ഫോമേഴ്സ് മൂവി എവർ. ട്രാൻസ്ഫോമേഴ്സ് സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ചതായിട്ട് തോന്നിയൊരു സിനിമയായിരുന്നു. ഇൻക്ലൂഡ്സ് നമ്മുടെ ബംബിൾ ബി ആണ് സോഫാർ എല്ലാവരും ഒരു യുനാനിമസ്ലി അടിപൊളിയാന്ന് പറഞ്ഞ സിനിമ. അടിപൊളിയല്ല, എക്സലൻറ്റ് മൂവി എന്നൊക്കെ പറയുന്ന ബംബിൾ ബി ആണ്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് മിക്കവരും പറയുന്നത് പണ്ട് 1980s മറ്റൊരു ആനിമേഷൻ ഫിലിം ഇറങ്ങിയായിരുന്നു, അതാന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ ഉള്ളത് ട്രാൻസ്ഫോമേഴ്സ് ഫസ്റ്റ് പടമായിരുന്നു. എല്ലാം ചേർത്ത് വെച്ചിട്ട് പറയണം, ആ പടങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇത് വേറൊരു ലെവലിൽ ആനിമേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും മൈക്കിൾ ബേയുടെ ആ സിനിമകൾ കണ്ടിട്ട് അതാണ് ട്രാൻസ്ഫോമേഴ്സ് മൂവീസിൻ്റെ ടെംപ്ലേറ്റ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ സിനിമകൾ കണ്ടിട്ട് നമ്മൾ ഈ ട്രാൻസ്ഫോമേഴ്സിൻ്റെ കുറച്ചൊക്കെ വിക്കിപീഡിയയിലോ അല്ലെങ്കിൽ കുറച്ച് കോമിക്സോ അല്ലെങ്കിൽ ആനിമേഷൻ സീരീസോ, ഇപ്പോൾ ട്രാൻസ്ഫോമേഴ്സ് പ്രൈം ഉണ്ട്, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലൊരു അടിപൊളി സാധനമുണ്ട്, വാർ ഫോർ സൈബർട്രോൺ ട്രിലജി. കിട്ടില്ല സാധനമാണ് ഇത് വേറെ സീരിയസ് ലെവൽ സാധനമാണ്, പക്ഷേ അടിപൊളി. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ക്യാരക്ടേഴ്സിന് ഒരുപാട് ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഒപ്റ്റിമസ് പ്രൈമും മെഗട്രോണും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ ഒരു ബ്രദർഹുഡ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഡീപ്പ് ലെവലിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു രണ്ട് ക്യാരക്ടേഴ്സിനോട്. ലൈക്ക് 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഹൂ പാർട്ടഡ് വേസ് ആൻഡ് ബിക്കെയിം എനമീസ്, സോൺ എനമീസ്. അവരുടെ ആ ഫോൾ ഔട്ട്, ഇറ്റ്സ് എ ട്രാജഡി ഒരു രീതിയിൽ. കാരണം നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള 2 പേര് പിരിയുന്നത് അതിൻ്റെ ആ ഒരു റീസൺസും എല്ലാം കാണുമ്പോൾ, അതുപോലെ ഒപ്റ്റിമസിനേക്കാൾ ഉപരി എനിക്ക് ഭയങ്കരമായിട്ടില്ല മെഗട്രോൺ ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഒപ്റ്റിമിസവും ഹോപ്പും ഇച്ചിരി നൈവൊക്കെ ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് ആ മെഗട്രോണിൻ്റെ യങ്ങർ വേർഷനെ കാണിക്കുന്നത്. D16 എന്നൊക്കെയുള്ള പേരാണ് പുള്ളി വല്ലാണ്ട് വഞ്ചിക്കപ്പെട്ടു ബിക്കോസ് ഓഫ് ദ പീപ്പിൾ ഹൂ ഹി വർക്ക് ഫോർ. ആസ് ഇൻ ആ ഒരു സൊസൈറ്റി, ആ ഒരു സൈബർട്രോണിൻ്റെ സൊസൈറ്റിയൊക്കെ ഭയങ്കര എക്സ്പ്ലോർ ചെയ്തു. ഒറിജിനൽ സ്റ്റോറി സെറ്റ് കംപ്ലീറ്റ്ലി ഇൻ സൈബർട്രോൺ. അത് ഫാൻസ് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സംഭവമാണ്, ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ഇല്ലാതെ പ്യുവർലി സെറ്റ് ഇൻ സൈബർട്രോൺ ഫിലിം. അതാണിത്. ആനിമേഷനാണ് ഒരു പ്രശ്നം പറയാൻ പറ്റത്തില്ല, കാരണം ഇതിൻ്റെ ഡയറക്ടർ ജോഷ് കുളിയാണ്. പ്രീവിയസ് വർക്ക് എന്ന് പറയുന്നത് ടോയ് സ്റ്റോറി 4 ആണ്. ടോയ് സ്റ്റോറി 4 ആ വർഷത്തെ അക്കാഡമി അവാർഡ് ഫോർ ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ അവാർഡ് മേടിച്ചെടുത്ത പടമാണ്. അപ്പോൾ അതിന് ഡയറക്ടറിനെ കിട്ടിയിരിക്കും. പുള്ളിക്ക് സ്റ്റഫുണ്ട്. അതുപോലെ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്ന ക്രൂ നല്ല ശതമാനം ഈ ഒറിജിനൽ ട്രാൻസ്ഫോമേഴ്സ് സീരീസിൻ്റെയും കോമിക്സിൻ്റെ ഒക്കെ ഫാൻസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ നല്ലപോലെ അറിഞ്ഞിട്ടാണ് ഈ പണിയെടുത്തത്. അതിൻ്റെ ഗുണം ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ വോയിസ് കാസ്റ്റ് കിട്ടിലാണ്. ക്രിസ് ഹെംസ്വർത്ത് ഉണ്ട്, സ്കാർലറ്റ് യുഹാൻസൺ ഉണ്ട്, ബ്രയൻ ടൈറി ഹെൻറി ഉണ്ട്. പുള്ളിയാണ് മെഗട്രോൺ. കിട്ടില്ല വോയിസ് ആണ് വേറെ കറക്റ്റ് കലക്കി. കീഗൻ മൈക്കിൾ കീ ബംബിൾ ബി സൂപ്പറാണ്. ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്, ഭയങ്കര സംസാരപ്രിയനാണ്. ഇതിനകത്ത് നല്ല ശതമാനം ഹ്യൂമറും ബംബിൾ ബിയുടെ സൈഡിൽ നിന്ന് വരുന്നത്. മെഗട്രോണും ഒപ്റ്റിമസ് പ്രൈമും അവരുടെ യങ്ങർ വേർഷൻസ് നല്ലൊരു ഹ്യൂമറൊക്കെ ഉള്ളതാണ്. മൊത്തത്തിൽ സിനിമ ഒരുപാട് ചിരിക്കാനുണ്ട്. പക്ഷേ ഒരു കോമഡി പടമല്ല. ട്രെയിലർ കണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് ഒരു കോമഡി പടമായിരുന്നു. കോമഡി പടമല്ല, നല്ലൊരു ഹാർട്ടുള്ള സിനിമയാണ്. ലോറൻസ് ഫിഷ്ബേൺ ഉണ്ട്, ജോൺ ഹാം ഉണ്ട്, കുറേ അടിപൊളി ആളുകളുണ്ട്. ഒരുപാട് ഇൻസൈഡ് ജോക്സ് ഉണ്ട്, ഒരുപാട് നമുക്ക് ആ ഫ്രാഞ്ചൈസ് റിലേറ്റഡ് ജോക്സ് ഉണ്ട്, കുറേ റെഫറൻസസ് ഉണ്ട്, കുറേ ഈസ്റ്റർ എഗ്സ് ഉണ്ട്. നിങ്ങളത് ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ കുത്തിയിരുന്ന് മുഴുവൻ കണ്ടുപിടിക്കാം. അങ്ങനത്തെ കുറേ അടിപൊളി സാധനങ്ങളുണ്ട്. പിന്നെ മ്യൂസിക് കേട്ടിലാണ് ബ്രയൻ ടൈലർ ട്രാൻസ്ഫോമേഴ്സ് പ്രൈമിൻ്റെ ചെയ്തത് പുള്ളി തന്നെയാണ്. കിട്ടില്ല മ്യൂസിക്, ഒറ്റ ട്രാക്കില്ല വേസ്റ്റ്, എല്ലാം കിട്ടിലാണ്. എല്ലാത്തിൻ്റെ പ്ലേസ്മെൻറ്റും കിട്ടിലാണ്. ചില സീനൊക്കെ ഉണ്ട്, രോമാഞ്ചം. ഏതൊരു 2-3 സീനുണ്ട്, ഇത് പറഞ്ഞ സ്പോയിലറായി പോകും. കണ്ണിന്നൊക്കെ വെള്ളം വന്നു. സീനിൽ നമ്മളിങ്ങനെ കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരികയാണ്, കയ്യിൽ രോമാഞ്ചം അടിച്ചിരിക്കുകയാണ്, മുഖത്ത് ഇത്രയും വലിയ ചിരിയുണ്ട്. കിട്ടില്ല പടം. ആകെ കഷ്ടമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി പടം ഫ്ലോപ്പാവും. കാരണം ഒരുപാട് പേർക്ക് ഒന്നെങ്കിൽ ട്രാൻസ്ഫോമേഴ്സ് ഫറ്റീഗായി കാണും, അല്ലെങ്കിൽ ആനിമേഷൻ എല്ലാവർക്കും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. ദോ ദാറ്റ് ഇസ് ദ റൈറ്റ് വേ. ഐ തിങ്ക് ആനിമേഷൻ ഡിഡ് മച്ച് ബെറ്റർ ദാൻ ഓൾ ദ അതർ മൂവീസ് വിച്ച് ഐ ഹാവ് വാച്ച് സോ ഫാർ ഇൻ ദ ഫ്രാഞ്ചൈസ്. പക്ഷേ അതായിരിക്കാം ആളുകൾക്ക് കുറേ കാറ് പൊട്ടത്തെറിക്കലും ഭയങ്കര ലൈവ് ആക്ഷൻ ട്രാൻസ്ഫോർമേഷനും സ്ലോ മോഷനും അതുമൊക്കെ ആയിരിക്കും, ചേസും ഒക്കെ ആയിരിക്കും വേണ്ടത്. മൈക്കിൾ ബേയുടെ സ്റ്റൈലാണ് വേണ്ടത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നൈറ്റൊക്കെ എന്തുകൊണ്ട് പൊട്ടി? കാരണം ആൾക്ക് സ്റ്റോറിയും വേണം. ഇത് സ്റ്റോറി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, നല്ല ആക്ഷൻ കേട്ടോ. കിട്ടില്ല ആക്ഷൻ സീൻസ് ഒക്കെ ഉണ്ട്. ആനിമേഷൻ ആണെങ്കിൽ ആക്ഷൻ കിട്ടില്ലുണ്ട്. സ്റ്റേജിങ്, അത് എഡിറ്റ് ചെയ്തേക്കുന്ന രീതി. 2 മണിക്കൂറുള്ളൂ. കിട്ടില്ല ടൈറ്റ് പടം, ഒരു സെക്കൻഡ് വേസ്റ്റ് ഇല്ല. അജാതി കിട്ടില്ല ടൈറ്റ് പടം. സീക്വലൊക്കെ അവർ ട്രിലജി ആയിട്ട് പ്ലാൻ ചെയ്തതാണ്, പക്ഷേ തോന്നുന്നില്ല. പോക്ക് കണ്ടിട്ട് മിക്കവാറും ഇവിടെയും കാണാൻ ആളില്ല, പുറത്തും കാണാൻ ആളില്ല, അമേരിക്കൻ ബോക്സ് ഓഫീസിലും കാണാൻ ആളില്ല. കുറവാണ് ആക്ച്വലി. അതുകൊണ്ട് പടം മിക്കവാറും പൊട്ടും. പക്ഷേ സാരമില്ല, അതൊരു സ്റ്റാൻഡേർഡായിട്ടും
ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇറ്റ്സ് ബേസിക്കലി അബൌട്ട് ദ ഒറിജിൻ ഓഫ് ദീസ് ടു ക്യാരക്ടേഴ്സ് ആസ് ഇൻ ഹൗ ദേ ബിക്കെയിം മെഗാട്രോൺ ഓർ ഓപ്റ്റിമസ് പ്രൈം, ഹൗ ഓട്ടോബോട്ട്സ് ആൻഡ് ഡിസെപ്റ്റിക്കോൺസ് വർ ഫോംഡ്. ആ കഥ എന്തായാലും അവിടെ കൊണ്ടാണ് കഥ നിർത്തുന്നത്. അതുകൊണ്ട് നമുക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടൊരു സ്റ്റാൻഡേർഡ് മൂവി ആയിട്ട് ഇത് കാണാം. ട്രിലജി ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, പക്ഷേ നോ ഹോപ്പ്. എനിവേ കാണാൻ ചാൻസ്, നിങ്ങൾ പലത് കാണാൻ ചാൻസ് ഇല്ല. കാരണം തിയേറ്ററിൽ ചെന്നാൽ ഒന്നെങ്കിൽ ഷോ കാണത്തില്ല, അല്ലെങ്കിൽ ആൾ കുറവായതുകൊണ്ട് ഷോ എടുത്തില്ല. പക്ഷേ OTT വരുമ്പോഴെങ്കിലും കാണുക, മിക്കവാറും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈ ഫ്രാഞ്ചൈസ് ഇഷ്ടമുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ക്യാരക്ടേഴ്സിന് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇനി ഫ്രഷ് ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മറ്റ് സിനിമയുടെ റെഫറൻസസ് ഇല്ലാതെ നിങ്ങൾക്ക് കാണാം. ഒരു ഫ്രം സ്ക്രാച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന രീതിയിലാണ്. ഇറ്റ് വർക്ക്സ് either way. ഇറ്റ് വർക്ക്സ് എനിവേ. സി അബൌട്ട് ഓൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേക്ക് അവേ ഇസ് ദിസ്. ഇതാണ് ഒരു നല്ല ട്രാൻസ്ഫോമേഴ്സ് മൂവിയുടെ റെഫറൻസ്. ഇങ്ങനെ ആവണം ഒരു നല്ല ട്രാൻസ്ഫോമേഴ്സ് മൂവി. അതാണ് പോലീസ്, അതാവണമെടാ പോലീസ്. പാരമൗണ്ട് ഈ ഫ്രാഞ്ചൈസ് കൊണ്ട് എന്താണ് കാണിക്കാൻ പോകുന്നൊരു പിടിയില്ല. ഇപ്പോൾ ഇനി അടുത്ത് പറഞ്ഞ അവരൊരു ലൈവ് ആക്ഷൻ മൂവി വിച്ച് ഇസ് എ സീക്വൽ ടു റൈസ് ഓഫ് ദ ബീസ്റ്റ് ബട്ട് വിൽ ബി എ ക്രോസ് ഓവർ ബിറ്റ്വീൻ G.I. Joe ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. അതാണ് അടുത്ത പടം എന്നാണ് പറയുന്നത്. എന്ത് മാങ്ങാത്തൊലിയാണെങ്കിലും ഈ ഒരു ലെവൽ ഓഫ് ഹാർട്ട് വേണം ആ സിനിമയ്ക്ക്, എസ്പെഷ്യലി ദ ട്രാൻസ്ഫോമേഴ്സ് ക്യാരക്ടേഴ്സിന്. അവർക്ക് ഈ ഒരു ലെവൽ ഹാർട്ട് കാണണം, ഈ ഒരു ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് വേണം ക്യാരക്ടേഴ്സിന്. നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് തോന്നണം. This is how they should make a Transformers film, period. Now that's how you supposed to shoot. From now on, that's how you shoot. Woo!